കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നാം പഠിച്ചത് ഇങ്ങനെയാണ്: രോഗം, സൗഖ്യം, ആരോഗ്യം. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഏരിയയിലും, അതായത് ആത്മീയമായും ശാരീരിക ആരോഗ്യത്തിലും അതുപോലെ നമ്മുടെ വൈകാരിക ഭാഗത്തും ഏരിയയിലും സാമ്പത്തികത്തിലും ബിസിനസ്സിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം നമ്മൾ ആരോഗ്യം ഉള്ളവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള രണ്ടവസ്ഥയാണ് രോഗം, സൗഖ്യം. ഒരു വ്യക്തി മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന അനുഭവമാണ് രോഗം. തനിക്ക് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല, താൻ മറ്റുള്ളവർക്കൊരു ഭാരമാകുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടല്ലോ, ആ പത്രോസും യോഹന്നാനും സൗഖ്യമാക്കിയ ആ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വ്യക്തി, അവനെ ചിലർ ചുമന്നുകൊണ്ട് വരികയാണ്. മറ്റുള്ളവരെ ആശ്രയിച്ചാണ് തൻ്റെ ജീവിതം. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. ഒരു പിച്ചക്കാരനായിട്ടാണ് അദ്ദേഹത്തെ നാം കാണുന്നത്. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ, മറ്റുള്ളവരാൽ ചുമക്കപ്പെടുന്ന വ്യക്തി, അവനാണ് വാസ്തവത്തിൽ രോഗി. എന്നാൽ താൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ഇതാ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഇനി താൻ ആരെ ആശ്രയിക്കുന്നില്ല. തൻ്റെ പിച്ചച്ചട്ടിയൊക്കെ വലിച്ചെറിഞ്ഞു, സ്വയമായി നിൽക്കാം. പക്ഷേ അടുത്ത ഘട്ടത്തിൽ തന്നെ കാണുന്നത്, താൻ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി അവർക്കൊരു അനുഗ്രഹമാകുകയാണ്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മീയ കാര്യത്തിൽ നമുക്കെങ്ങനെ സൗഖ്യമുള്ളവരായിട്ടും ആരോഗ്യമുള്ളവരായിട്ടും, അഥവാ ഞാൻ അന്യഭാഷ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങൾ നേടുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ ഗുണമുള്ളൂ, എന്നാൽ മറ്റുള്ളവർക്ക് വചനം കൊടുക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പ്രാർത്ഥിച്ച് അവരെ വിടുവിക്കുന്നൊരു നിലയിലേക്ക് വരുമ്പോൾ ഞാൻ ആരോഗ്യമുള്ളവനായി, ഞാൻ വേറൊരാൾ കൂടെ അനുഗ്രഹമായി. അങ്ങനെ കവിഞ്ഞ് ഒഴുകണം നമ്മുടെ എല്ലാ ഏരിയയിലും. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരണം. എൻ്റെ കയ്യിലുള്ള പണം എനിക്ക് മാത്രമല്ല, അത് അനേകർക്ക് അനുഗ്രഹമാകുക. എൻ്റെ കയ്യിലുള്ള കൃപാവരങ്ങൾ എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുക. അങ്ങനെ എപ്പോൾ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ അനുഗ്രഹമാകുമോ, അപ്പോഴാണ് ആ വ്യക്തി ആരോഗ്യവാനായി എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഒരു ബിസിനസ് ഹെൽത്തിയായി എന്ന് പറയണമെങ്കിൽ, ഒരു ശുശ്രൂഷ ഹെൽത്തിയായി എന്ന് പറയണമെങ്കിൽ, ഒരാളുടെ സാമ്പത്തികം ഹെൽത്തിയായി എന്ന് പറയണമെങ്കിൽ, അത് തനിക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകുമ്പോൾ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സാമ്പത്തികത്തിൽ രോഗം, സൗഖ്യം, ആരോഗ്യം. എങ്ങനെ സാമ്പത്തികമായി നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം? കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള സാമ്പത്തിക നില ഏതാണ്? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രോഗം, സൗഖ്യം, ആരോഗ്യം വിശ്വാസിയുടെ സാമ്പത്തികത്തിൽ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക നിലയിൽ ഒരു വിശ്വാസി ആകുവാൻ നമ്മൾ ഈ പുതിയ നിയമ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങളതിനുണ്ട്. അക്കമിട്ട് പറഞ്ഞാൽ, ഞാൻ അക്കമിട്ട് ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, നമ്മൾ മനസ്സിലാക്കണം, ഞാൻ സാമ്പത്തികമായി എൻ്റെ ആവശ്യങ്ങൾ മാത്രം നടന്നാൽ പോരാ, മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹമാകുന്ന നിലയിൽ എനിക്ക് സാമ്പത്തിക നന്മ ഉണ്ടാകുന്നത് ദൈവഹിതമാണ് എന്ന് ഞാൻ അറിയണം. പലപ്പോഴും ഈ സാമ്പത്തിക അനുഗ്രഹത്തെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാനും തന്നെ ദൈവദാസന്മാർക്ക് പേടിയാണ്. സാമ്പത്തികം പറയുന്നവർ അനാത്മീയരാണെന്നൊരു ചിന്ത പൊതുവെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ പണത്തിൻ്റെ ഒത്തിരി തെറ്റായ വശങ്ങൾ യേശു അപ്പോസ്തലന്മാരും പറയുന്നുണ്ട്. യേശു ക്രിസ്തു പറയുന്നുണ്ട്,
മാമോനെയും ദൈവത്തെ നിങ്ങൾക്ക് സേവിക്കാൻ പറ്റത്തില്ല പണത്തെക്കുറിച്ച് പറയുമ്പോൾ. വാസ്തവത്തിൽ ആ ഭാഗം വായിച്ചാൽ നമ്മുടെ ആകുല ചിന്ത ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൽ ആശ്രയമില്ലാതെ പണത്തിൽ ആശ്രയിച്ച് പണം പോയാൽ ഭാരപ്പെടുകയും പണം കൊണ്ട് എനിക്കെല്ലാം ആകാൻ കഴിയുമെന്നുള്ള നിലയിൽ പണത്തെ കേന്ദ്രീകരിച്ചുള്ള എൻ്റെ സമ്പത്തിനെ കേന്ദ്രീകരിച്ചുള്ള ഒരാകുല ചിന്തയെ അവിടെ മാമോൻ എന്ന് പറയുന്നു. അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വായിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പറ്റത്തില്ല. അപ്പം വാസ്തവത്തിൽ പണമല്ല എന്നെ നയിക്കുന്നത്. യേശുക്രിസ്തു അവിടെ പണത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ ചിലർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതുപോലെ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണ്. അങ്ങനെ ദ്രവ്യത്തിൻ്റെ തെറ്റായ വശങ്ങൾ മറ്റാർക്കും നൽകാതെ ഷെയർ ചെയ്യാതെ ഈ ലോകത്തിൽ പണം സ്വരൂപിച്ച് കൂട്ടിവെക്കുന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയാണ്, ഇന്ന് നീ മരിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാവും. ചുരുക്കി പറഞ്ഞാൽ പണത്തിൻ്റെ തെറ്റായ ഉപയോഗത്തെയാണ്, പണത്തോടുള്ള തെറ്റായ മനോഭാവത്തെയാണ് മാമോനെന്നും ദ്രവ്യാഗ്രഹമെന്നും ഒക്കെ യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിന് തന്നെ പണം ആവശ്യമായിരുന്നു. ലൂക്കോസ് 8 വായിക്കുമ്പോൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തന്നെ സഹായിക്കാനായി തനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായി വസ്തുവക കൊണ്ട് ശുശ്രൂഷിച്ച സ്ത്രീകൾ ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു. അതുപോലെ പൗലൂസ് തനിക്കും കൂടെയുള്ളവർക്കും അവരെ മുഴുവൻ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയ പൈസ തൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ചിലപ്പോഴെങ്കിലും ചിലർ വിചാരിക്കും യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ ബുദ്ധിമുട്ടായിരുന്നു, അത്തി പഴം തിന്നാൻ ആഗ്രഹിച്ചു, കർത്താവിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ മട്ടിൽ സംസാരിക്കുന്നത് ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ട് വ്യാഖ്യാനിക്കുക. ഒരു കയ്യിലില്ലാത്തത് എന്തോ ഒരു ആത്മീയതാണെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. പക്ഷേ വാസ്തവത്തിൽ കർത്താവായ യേശുവിന് പോക്കറ്റിൽ അല്പം പൈസ ആയിരുന്നില്ല. തൻ്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യുവാൻ ഒരു ഖജാൻജി ആവശ്യമായിരുന്നു. നമ്മൾ വായിക്കുന്നല്ലോ, യൂദ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തു ദരിദ്രർക്ക് കൊടുക്കാൻ യൂദായോട് കൽപ്പിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നു. കർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ പണം കൈകാര്യം ചെയ്യാത്തൊരു യേശുവിനെ അല്ല നമ്മൾ കാണുന്നത്. പണം ആവശ്യമാണെന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ പണത്തെ സൂക്ഷിക്കണം. അതിന് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണം ഇതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ആദ്യമായിട്ട് കുക്കിംഗ് ഗ്യാസ് വെച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കൊണ്ട് കുക്കിംഗ് ഗ്യാസ് ഞങ്ങൾ എല്ലായിടത്തും വന്നപ്പം ഞങ്ങൾക്കും വീട്ടിൽ കുക്കിംഗ് ഗ്യാസ് വേണമെന്ന് പറഞ്ഞ് പോയി മേടിച്ച് ഓർക്കുന്നു. എൻ്റെ ചെറുപ്പത്തിലാണ്. അതുവരെ വിറകൊക്കെ ആയിരുന്നു കത്തിക്കുന്നത്. എല്ലാം ഉത്സാഹത്തോടെ ഗ്യാസ് കുറ്റി വന്നു, സ്റ്റൗ വന്നു. പക്ഷേ കമ്പനിയിൽ നിന്ന് ഒരാൾ വന്ന് ഇതിൻ്റെ അപകടങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇത് ചെറിയ മണമുണ്ടെങ്കിൽ സ്വിച്ചിട്ടാൽ പൊട്ടിത്തെറിക്കും, ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് എൻ്റെ പൊന്നെ ഇത് പിടിപ്പിക്കണ്ടായിരുന്നു. പിന്നെ ഭയന്ന എല്ലാ ദിവസവും കുറ്റിയെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുകയാണ്. കൃപയാൽ പൊട്ടിത്തെറിച്ചില്ല. എന്ത് ഉപകാരമായി, കാര്യങ്ങളെന്ത് എളുപ്പമായി. ഇതുപോലാണ് ഏറ്റവും നല്ല മനുഷ്യന് വേണ്ടിയ പ്രയോജനകരമായ ഒന്നാണ് പണം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ TV പ്രോഗ്രാമിന് വളരെയധികം പണം ചിലവഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്യാമറ വലിയ തുകയുള്ള ഒന്നാണ്. ഞാനിരിക്കുന്ന ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് അതിനും വലിയ മുടക്കുണ്ടായിട്ടുള്ളതാണ്. ഒരു കാര്യവും പണമില്ലാതെ പറ്റത്തില്ല. എന്നാൽ ആ പണം മറുവശത്ത് അപകടകാരിയാണ്. അത് ആ പണമാണ് എന്നെ നയിക്കുന്നതെങ്കിൽ, പണത്തിന് വേണ്ടി എൻ്റെ ശുശ്രൂഷയെ ഞാൻ മാറ്റുന്നെങ്കിൽ, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം പണമാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ നിശ്ചയമായിട്ടും അത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. അതാണ് പൗലോസും യേശു കർത്താവും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ അതിൻ്റെ പ്രിക്വേഷൻസാണ് പറഞ്ഞത്. എന്നാൽ അവരെല്ലാം പണം ഉപയോഗിച്ചു, പണം ആവശ്യമായിരുന്നു. സാമ്പത്തികമായ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. യേശു തന്നെ പറഞ്ഞാണ്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. ഒരിക്കൽ അപ്പോസ്തലന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങളുടെ സകലവും വിട്ട് നിന്നെ പിൻപറ്റി ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശു പറഞ്ഞു, എൻ്റെ നിമിത്തമോ സുവിശേഷം നിമിത്തമോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് വിട്ടാൽ, ഈ ലോകത്ത് വെച്ച് തന്നെ 100 മടങ്ങായി നിലങ്ങളെയും വസ്തുവകളെയും നിങ്ങൾ എന്തൊക്കെ വിട്ടോ അതെല്ലാം ലഭിക്കും. യേശു ലഭിക്കുമെന്നാണ് പറഞ്ഞത്, നിറഞ്ഞ് കവിയുമെന്നാണ് പറഞ്ഞത്. കർത്താവായ യേശു തന്നെ പത്രോസിൻ്റെ
പടകിൽ കയറിയപ്പോൾ, തനിക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒരു മത്സ്യം പോലും കിട്ടാതെ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു മീൻ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് വിറ്റ് ആവശ്യത്തിനുള്ള മീൻ കൊടുത്താൽ മതിയായിരുന്നു. യേശു കൊടുത്തത് വള്ളം നിറയല്ല, അടുത്ത വള്ളത്തെ കൂടെ വിളിച്ച് അതിൽ കൂടെ പകരുവാൻ ഉള്ള അത്രയും ഒരു ക്വാണ്ടിറ്റിയാണ് കർത്താവ് കൊടുത്ത മീൻപിടുത്തം. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നത് പത്രോസ് ഈ മീൻപിടുത്തം കണ്ടപ്പോൾ പത്രോസിന് വലിയൊരു മാനസാന്തരം ഉണ്ടായി. യേശുവിനോട് പറയുക, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് മീനിൻ്റെ പുറത്തോട്ടല്ല വീണത്, യേശുവിൻ്റെ കാലിലോട്ട് വീഴുകയാണ്. അവൻ മീനും സകലവും വിട്ട് യേശുവിനെ പിൻപറ്റുകയാണ്. സോ അവിടെയാണ് നമ്മൾ കാണുന്നത്, പണത്തെ അല്ല പിന്നെ താൻ സ്നേഹിക്കുന്നത്. യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും പണത്തെയോ മറ്റൊന്നിനെയോ സ്നേഹിക്കാൻ കഴിയില്ല. യേശുവുമായിട്ടൊരു ട്രൂ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളും ഞാനും കറക്റ്റായിട്ട് പണം വിനിയോഗിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്നാമത് നമ്മൾ അറിയേണ്ടത്, ഒന്നാമത്തേത് അറിവാണ്, ഒരറിവാണ്. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അനുഗ്രഹം എന്ന വാക്കിനെക്കുറിച്ച് തന്നെ ആദ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ പറയാം. അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ, നീ അനുഗ്രഹിക്കപ്പെടും, നീ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും, നീ ഒരനുഗ്രഹമായിരിക്കും. അതാണ് അനുഗ്രഹം. നമുക്ക് ഉള്ള ആവശ്യങ്ങൾ നടക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കൂടെ കൊടുക്കുന്ന നിലയിൽ നമുക്ക് ലഭിക്കും. അതിനെക്കുറിച്ച് പറയുന്ന ചില വേദഭാഗങ്ങൾ വായിക്കാം. ഒന്നാമത്തേത് 1 തെസ്സലോനിക്കർ 4:11 വായിക്കുക. ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവിടെ പറയുന്ന വാക്ക്, നിങ്ങളൊന്നിനും മുട്ടില്ലാത്തവരായിരിക്കണം. അതാണ് ഹീലിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ മുടന്തനെ മറ്റുള്ളവർ ചുമന്നുകൊണ്ടാണ് വന്നത്. അവൻ മറ്റുള്ളവർക്കൊരു ഭാരമായിരുന്നു. സാമ്പത്തിക കാര്യത്തിലും നിങ്ങളെന്നും മറ്റുള്ളവരുടെ കടം വാങ്ങുന്നവരും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവരും ആയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മളോട് ഫീസ് വാങ്ങി പഠിക്കുന്നു, പക്ഷേ എന്നും നമ്മുടെ മുമ്പിൽ കൈനീട്ടരുത് നമ്മൾ ആഗ്രഹം. അവൻ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം. ദൈവം അത് തന്നെ ആഗ്രഹിക്കുന്നത്, ഒന്നിനും മുട്ടില്ലാത്ത അവസ്ഥ. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള, എന്നെക്കുറിച്ചുള്ള സാമ്പത്തികമായ ദൈവ പദ്ധതി, ദൈവവചനം പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പൗലോസ് ശ്ലീഹായെ കൊണ്ട് എഴുതിച്ചതാണ്. അപ്പോസ്തോലിക ഉപദേശമാണ്. അപ്പോസ്തോലിക ഉപദേശം സാമ്പത്തിക കാര്യത്തിൽ എങ്ങനെയാണ്? ഒന്നിനും മുട്ടില്ലാതിരിക്കണം. വിശ്വാസി ഒന്നിനും മുട്ടില്ലാതെ ഇരിക്കണം. അത് ഭൗതിക കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കൈകൊണ്ട് വേല ചെയ്യണമെന്ന് പറയുക. അത് നമ്മൾ പറയാൻ പോകുന്ന സാമ്പത്തിക നന്മയുടെ ഒരു പ്രിൻസിപ്പിളാണ് വേല ചെയ്യണമെന്നുള്ളത്. നമ്മുടെ പിന്നീട് വരും. എന്നാൽ അവിടുത്തെ ഒരു വാക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഒന്നിനും മുട്ടില്ലാതിരിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. വീണ്ടും പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറഞ്ഞ ആ കാര്യം സഹോദര നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശു ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു കാര്യത്തിലും ഭൗതികത്തിൽ മുട്ടില്ലാതിരിക്കണം. എഫേസ് ലേഖനം 4-ാം അധ്യായം 28-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അതെ, 1 തെസ്സലോനിക്കർ 4:11 പറഞ്ഞു, എനിക്കും നിങ്ങൾക്കും മുട്ടില്ലാതിരിക്കണം. ഇവിടെ പറയാണ് മുട്ടുള്ളവർക്ക് ദാനം ചെയ്യുവാൻ ഉണ്ടാകണം. അപ്പം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള സാമ്പത്തികത്തിലെ ദൈവ പദ്ധതി കവിഞ്ഞൊഴുകുവാൻ ഉണ്ടായിരിക്കണം. എൻ്റെ വീട്ടിൽ പാല് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ, എൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ എനിക്കെങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? അതല്ല, എൻ്റെ കാര്യങ്ങൾക്ക് അത്യാവശ്യമൊക്കെ കൊടുക്കാനേ ഉള്ളെങ്കിൽ എനിക്കെങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? പറ്റില്ല. സംശയിക്കേണ്ട, നിങ്ങളെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം കൊടുപ്പാൻ ഉണ്ടാകണം. അപ്പോൾ ആദ്യമേ തന്നെ വിശ്വാസിയുടെ ആ ഉള്ളിൽ ആരുമൊക്കെ പണിതുയർത്തിയിരിക്കുന്ന തെറ്റായ ധാരണകൾ പൊളിയാത്തിടത്തോളം നമുക്ക് ഈ അനുഗ്രഹം കിട്ടുകയില്ല. യേശുക്രിസ്തു മുഖേന നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഇനി ആരും അനുഗ്രഹിക്കേണ്ട. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ആ അനുഗ്രഹം എന്ന് പറയുന്ന കേവലം സാമ്പത്തികമോ ഭൗതികമോ ബൈബിളിൽ ഭൗതിക അനുഗ്രഹം ആത്മീയ അനുഗ്രഹം വേർതിരിച്ചല്ല വാസ്തവത്തിൽ പറയുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരുന്ന അവസ്ഥയാണ് അനുഗ്രഹം. പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഒരു ഭാഗത്ത് പറയുകയാണ്, ക്രിസ്തുവിനോട് വേർപെട്ട അവസ്ഥയാണ് ശാപഗ്രസ്തമായ അവസ്ഥ, ക്രിസ്തുവിനോട് ചേർന്ന അവസ്ഥയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പം സാമ്പത്തിക അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം എന്നൊക്കെ മനുഷ്യരെ വകതിരിച്ച് പറയുമെങ്കിലും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബീയിങ് കണക്റ്റഡ് വിത്ത് ഗോഡ്,
അനുഗ്രഹം എന്ന വാക്ക് ഐശ്വര്യം എന്ന വാക്ക് ഈശ്വരൻ ഉള്ള അവസ്ഥയാണ്. ഈശ്വരനോട് മനുഷ്യൻ ക്രിസ്തു മുഖേന മടങ്ങിച്ചേരുമ്പോൾ ഈസ് അണ്ടർ ബ്ലെസ്സിങ്. ആ ബ്ലെസ്സിങ്ങിനകത്ത് ഈ വ്യക്തി മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണം. ആത്മീയമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നിങ്ങളെവിടെ ചെന്നാലും നിങ്ങളൊരു അനുഗ്രഹമാകണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചല്ലോ, ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തരാമെന്നല്ല, ഒരു കുപ്പി വെള്ളം തരാമെന്നല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. നിങ്ങളും ഞാനും ഒരു നദിയായി മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ആത്മീയമായും എല്ലാ മേഖലകളിലും. ഇവിടെ പറയുകയാണ്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യുവാനുണ്ടാണ്. അപ്പം ഇവിടെ 3 അവസ്ഥ നമ്മൾ വായിക്കണം. 1, മറ്റുള്ളവരിൽ നിന്ന് കക്കുന്ന അവസ്ഥ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന അവസ്ഥ. 2, മുട്ടില്ലാതിരിക്കുന്ന അവസ്ഥ, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. 3, മുട്ടുള്ളവർക്ക് കൊടുക്കുന്ന അവസ്ഥ. നിങ്ങളും ഞാനും ഇതിലേതവസ്ഥയാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഉറപ്പുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആഗ്രഹം നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഒരു അനുഗ്രഹമാണോ എന്ന്. സോ അതിനാദ്യം വേണ്ടത് ഇത് യേശുവിന് ഇഷ്ടമാണ്, എന്നെ അങ്ങനെ ആക്കുന്ന യേശുവിന് ഇഷ്ടമാണ്. ഒന്ന് പറഞ്ഞ്, വാവുണ്ടെന്ന് പറഞ്ഞ്, എന്നെ മറ്റുള്ളവർക്കൂടെ ഒരനുഗ്രഹം ആക്കി തീർക്കാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ആത്മീയമായി ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയാകണം. സാമ്പത്തികമായി എല്ലാ നല്ല കാര്യങ്ങൾക്കും കൊടുക്കുവാൻ എൻ്റെ കയ്യിലുണ്ടാകണം. അതാണ് യേശുവിൻ്റെ ഹിതം. അതിനെതിരായിട്ട് എൻ്റെ ഉള്ളിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന എല്ലാ തെറ്റായ ചിന്തകളെയും ഞാൻ ശാസിക്കുന്നു, ഞാൻ ഇടിക്കുന്നു, ഞാൻ പൊളിക്കുന്നു. എല്ലാവരും ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അതേ നമുക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ കൂട്ടായ്മയിലൊക്കെ വിളിച്ചു പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, കർത്താവിനെ ഉയർത്തും, ഞാൻ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കും, ഞാൻ ഒരു അനുഗ്രഹമായിരിക്കുന്നൊക്കെ വിളിച്ചു പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ മൈൻഡിൽ നിന്ന് കേട്ടത് തത്ത പറയുന്ന പോലെ പറയുക. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ വാസ്തവമായിട്ടൊരു ഉറപ്പുണ്ടോ, ഞാൻ ആ നിലയിൽ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്ന യേശുവിന് ഇഷ്ടമാണ് എന്ന ഉറപ്പുണ്ടോ? ആ ഉറപ്പ് വരണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. യു ഷാൽ ബി സേവ്ഡ്. അതാ ആ രക്ഷ ആത്മരക്ഷ മാത്രമല്ല, ഒന്ന് ഉള്ളിൽ കണ്ടേ. അതുകൊണ്ട് കർത്താവ് എപ്പോഴും പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഒക്കെ നീ ഒന്ന് കണ്ടേ, നീ കാണുന്നത് നിനക്ക് ലഭിക്കത്തുള്ളൂ. നമ്മുടെ ഹൃദയം ഇടുങ്ങിയിരുന്നാൽ എല്ലാം ഇടുങ്ങിപ്പോവും. സോ നമുക്കൊന്ന് വിശാലപ്പെടാം. നിങ്ങളെ ഒരു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇനി ചില വേദഭാഗങ്ങളൂടെ ഞാനൊന്ന് വായിക്കാം. നമ്മുടെ ധാരണ മാറട്ടെ, നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകും. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നമ്മളിതൊക്കെ പറയുമ്പോൾ എല്ലാം ആത്മീയമാക്കാനാണ് നമുക്കിഷ്ടം. നിശ്ചയമായിട്ടും ഇത് ആത്മീയ കാര്യത്തിലെടുക്കണം. നമ്മുടെ ആത്മീയ മേച്ചിൽ അതിനകത്ത് വരും, അതുകൊണ്ടല്ലോ, ഒരു സംശയമില്ല. പക്ഷെ ഭൗതികം പറഞ്ഞ ഉടനെ നമ്മളെ അതിൽ നിന്ന് വിലക്കുന്ന എന്തോ ഒന്ന്, ഒരു ആത്മീയതയെന്ന് നമ്മൾ ധരിക്കുന്ന എന്തോ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് നാളുകളായി നമ്മൾ കേട്ട പലതിൽ നിന്നും ഇരിക്കുക. യേശു കർത്താവിനെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ സങ്കീർത്തനത്തിനെ ആധാരമാക്കിയ കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ നാളുകളായി പറയുന്ന ആ നല്ല ഇടയൻ ഞാനാണ്. ആ നല്ല ഇടയനെ പിൻപറ്റുന്ന ആടുകളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സങ്കീർത്തനം 23 ഇങ്ങനെയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ആ മുട്ടെന്നുള്ള അതേ പദമാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ, എഫേസ് ലേഖനത്തിൽ പൗലൂസ് ഉപയോഗിച്ചത്. നിങ്ങൾ മുട്ടില്ലാതിരിക്കണം. എഫേസ് ലേഖനത്തിൽ പറയുമ്പോൾ നിങ്ങൾ മുട്ടില്ലാതിരുന്നാൽ മാത്രം പോരാ, മുട്ടുള്ളവർക്ക് ദാനമായി കൊടുപ്പാനുണ്ടാകണം. സങ്കീർത്തനം താഴ്ത്തു വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നിറവ് എനിക്കാണെങ്കിൽ കവിച്ചിൽ മറ്റുള്ളവർക്കാണ്. അതെല്ലാ ഏറിയായാലും ആത്മീയത്തിൽ, വൈകാരികമായി, ശാരീരികാരോഗ്യത്തിൽ എല്ലാം മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. എനിക്ക് എന്നും കട്ടിലേ കിടക്കുകയാണെങ്കിൽ ഞാൻ ഒരാൾക്ക് ഭാരമായിരിക്കും. പക്ഷേ ഞാൻ സൗഖ്യമായി ആരോഗ്യം പ്രാപിച്ച്
ഞാൻ വേറെ 3 പേരെയും കൂടി ഒരാളെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്ക ചെല്ലാൻ പറ്റുമെങ്കിലോ? നിങ്ങൾ ആരോഗ്യവാനായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നു പ്രസംഗകരായ, സുവിശേഷകരായ, ബിസിനസ്സുകാരാണോ, അമ്മയാണോ, വീട്ടമ്മയാണോ, വിദ്യാർത്ഥിയാണോ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകണം. അത് നമ്മൾ പറയുന്നത് ഇതാണല്ലോ, രോഗം, സൗഖ്യം, ആരോഗ്യം. രോഗത്തിൽ കിടന്നാൽ പോരാ, കേവലം സൗഖ്യമായ പോരാ, ഈ ഏറിയാലുള്ള ആരോഗ്യവാനാകണം. ആരോഗ്യവാനെ മറ്റുള്ളവർക്ക് നന്മയാകാൻ പറ്റത്തുള്ളൂ. അത് സാമ്പത്തികത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകണം. പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. അതാണ് യേശു പറഞ്ഞത്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. അമർത്തി കുലുക്കി നിങ്ങൾക്കുള്ളതല്ല, കവിയുന്ന അളവ്. അത് സാമ്പത്തികത്തിലാണ് പറഞ്ഞത്, കവിച്ചിൽ മറ്റുള്ളവർക്കുള്ളതാണ്. സോ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത്, സാമ്പത്തികമായി ആരോഗ്യത്തിലേക്ക് വരുന്നത്, കവിഞ്ഞൊഴുകുന്നതാണ് ദൈവഹിതം. അത് നമ്മുടെ ഉള്ളിൽ പതിയണം. ആ ഒന്നാമത്തേതൊരു ധാരണ മാറുക എന്നുള്ളതാണ്. നമ്മൾ പുതിയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില ധാരണകൾ മാറാതെ അവർക്കത് കിട്ടത്തില്ല. രോഗസൗഖ്യം ദൈവഹിതമാണെന്ന് കിടക്കാതെ എനിക്കത് കിട്ടത്തില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുന്ന ഇന്നും ഉണ്ടെന്നും എനിക്കുള്ളതാണെന്നും ഒരാൾ ധരിക്കാതെ ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് പൗലൂസ് എഫെസോസിലുള്ള ശിഷ്യന്മാരെ കണ്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നത്. അയ്യോ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. കേൾക്കാത്തത് എങ്ങനെ ലഭിക്കും? അവർ കേൾക്കാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷ പ്രാപിക്കും? അപ്പോൾ നമ്മൾ അറിയണം, ദൈവഹിതം എന്താണെന്ന് അറിയണം. ഒന്നാമത്തെ ഭാഗം അതാണ്. നമ്മുടെ ഈ സന്ദേശം തുടരും, ഈ ക്ലാസ് തുടരും. 25 വർഷമായി സന്ധിവേദനയായിരുന്നു. ഈ മീറ്റിങ്ങിന് വരുമ്പോഴും എളിക്ക് പ്രബലമായിരുന്നു, അതുപോലെ ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ വയ്യായിരുന്നു. പക്ഷേ മീറ്റിങ്ങിനിടയ്ക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരി പുറകോട്ട് വീണ ശേഷം എഴുന്നേൽക്കുമ്പോൾ സൗഖ്യത്തോടെയാണ് എഴുന്നേൽക്കുന്നത്. കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. 25 വർഷമായി എനിക്ക് സന്ധിവാതത്തിൻ്റെ വേദനയായിട്ട് ഞാൻ ആയുർവേദം ചെയ്തു, അലോപ്പതി ചെയ്തു, ഇപ്പം ഹോമിയോ ചെയ്തു. ഇങ്ങോട്ട് വരുന്ന സമയത്തും എൻ്റെ എളിക്കും എല്ലാ ചികിത്സാ രീതികളും ചെയ്തു നോക്കി. ഇങ്ങോട്ട് വരുന്ന സമയത്തും എൻ്റെ എളിക്കും കാലിനും എല്ലാം വേദനയായിരുന്നു, മുട്ടിനൊക്കെ വേദനയായിരുന്നു. എനിക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പുറകോട്ടങ്ങ് വീണു. പ്രാർത്ഥനയുടെ മധ്യത്തിൽ മറിഞ്ഞു വീണുപോയി. അതെന്തായിരിക്കും? എന്താണ്? യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി തൊട്ടതാ. ഈ മറിഞ്ഞു വീണപ്പം ശരീരത്തിൽ എന്തോ വിട്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. എന്തോ ഒരു അവസ്ഥ പോലെ എനിക്ക് തോന്നി. അപ്പൊ ഇപ്പൊ എനിക്ക് ഇരിക്കാം. ഇങ്ങനെ ഇരിക്കാൻ മേലായിരുന്നു. ഇല്ല, ഇരിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോ മറിഞ്ഞു വീഴുമായിരുന്നു. ഇതിപ്പോ എത്ര വർഷം കൂടിയാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്? 25 വർഷമായി. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിലുള്ള ഐഡിയകൾ മാറ്റണേ. ഞാൻ മറ്റുള്ളവർ കൂടെ കൊടുക്കാൻ, ഒരു TV പ്രോഗ്രാം കൂടെ നടത്താൻ, ഒരു ക്രൂസൈഡ് ഒന്ന് സ്പോൺസർ ചെയ്യാൻ, ഒരു കഷ്ടപ്പെടുന്ന വ്യക്തിക്ക് കൊടുക്കാൻ, ഒരു ഇല്ലാത്ത വ്യക്തിക്ക് കൊടുക്കാൻ, എൻ്റെ സഭയ്ക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടാകണം, എൻ്റെ മക്കളുടെ കയ്യിലുണ്ടാകണം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ വേണ്ടാത്ത ധാരണകളെല്ലാം വിട്ടിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ രോഗത്തിൽ കിടക്കുന്നതല്ല, കേവലം സൗഖ്യമായി സ്വന്തം കാലിൽ നിന്നാലും പോരാ, മറ്റുള്ളവരെ കൈത്താൻ കൊടുക്കുവാൻ ഉള്ള ആരോഗ്യവാന്മാരായി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഞങ്ങളുടെ എല്ലാ മേഖലകളിലും അവിടുന്ന്, അതാണല്ലോ അവിടുത്തെ ദൈവഹിതം. കർത്താവേ, ഇന്നെന്നെ കേൾക്കുന്നവരുടെ സാമ്പത്തികത്തിൽ ആ ഒരു വലിയ വിടുതലുണ്ടാകട്ടെ, ചിന്താഗതികൾ മാറട്ടെ, ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, അനേകർക്ക് അനുഗ്രഹമാകുന്ന നിലയിലേക്ക് മക്കൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ രോഗികൾ, ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ആത്മീയമായി കൃപാവരങ്ങളിൽ നിറഞ്ഞ് കവിയുന്ന വ്യക്തികളായി തീരട്ടെ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് ഈ എപ്പിസോഡിലും തീരുന്നില്ല. മുൻപോട്ട് കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ സാമ്പത്തികമായി ഞാൻ നിറഞ്ഞ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി കവിയുവാൻ സാധിക്കും, അടുത്ത എപ്പിസോഡിൽ തുടരുന്നു. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.